ഹലോ ഗൈസ്, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജുബോർഡ്. ഒരിക്കൽ കൂടി എല്ലാ മക്കൾക്കും എജുബോർഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരുപക്ഷെ ഈ തംബ്നെയിൽ കണ്ടുകൊണ്ട് മാത്രമായിരിക്കും ഈ വീഡിയോ തുറന്നു നോക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പരീക്ഷ ആയതുകൊണ്ട്. എന്തായിരുന്നാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ പബ്ലിക് എക്സാം നടക്കാൻ പോകുന്നത്, അഥവാ നമ്മുടെ പബ്ലിക് എക്സാം നടക്കാൻ പോകുന്നത് ഈ വരുന്ന 19-ാം തീയതി, അഥവാ മാർച്ച് 19 അല്ലേ? പെരുന്നാളിൻ്റെ തലേന്നാണ്. മനസ്സിൽ മിക്കവാറും പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ മൈൻഡ് ഉണ്ടാവുക. എന്ത് തന്നെയായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, പരീക്ഷ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആഘോഷിക്കാം, പെരുന്നാൾ ഉഷാറാക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പബ്ലിക് എക്സാമിന് വേണ്ടി പോകുന്നതിന് മുൻപ്, ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു 24 മണിക്കൂറെങ്കിലും നിങ്ങളുടെ മുമ്പിൽ സമയം ഉണ്ടായിരിക്കും. 24 മണിക്കൂറെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നോക്കിക്കോളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, 2026 ഈ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മോഡൽ എക്സാം എന്ന് പറയുന്നത് അല്ലേ, നിങ്ങളുടെ മോഡൽ എക്സാം എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു സ്റ്റാൻഡേർഡ് എക്സാം ആയിരുന്നു. അതൊരു സ്റ്റാൻഡേർഡ് എക്സാം ആണെന്ന് പറയാൻ കാരണം, നമ്മൾ ഇന്നേ വരെ കാണാത്ത, എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരുപാട് നല്ല നല്ല ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് നല്ലതല്ല, നമുക്ക് എന്തായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നായിരുന്നു ഈ പറഞ്ഞ എക്സാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്ന പരീക്ഷ വീണ്ടും നമ്മുടെ മുമ്പിൽ വരാൻ പോവാണ്. എന്നാണ്? 26 അഥവാ 2026 ഈ പറഞ്ഞിരിക്കുന്ന മാർച്ച് 19. ഓക്കെ, ഇത് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെ മൈൻഡിൽ ഇത് സെറ്റ് ആവണം. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്നതിന് മുൻപായിട്ട് കുറച്ച് സമയം ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, സാറേ പാസ് മാർക്കിനുള്ള വീഡിയോ ചെയ്യുമ്പോൾ, സാറേ 24 മാർക്കിനുള്ള വീഡിയോ ചെയ്യുമ്പോൾ, സാറേ 40 മാർക്കിനുള്ള വീഡിയോ ചെയ്യുമ്പോൾ, സാറേ A+നുള്ള വീഡിയോ ചെയ്യുമ്പോൾ. എല്ലാവരും ചോദിച്ച് ഓരോ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നില്ല. പകരം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മുമ്പിൽ മക്കളെ, നിങ്ങളുടെ മുമ്പിൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂർ ഒന്നും സമയം വേണ്ട. ജസ്റ്റ് ഒരു 30 മിനിറ്റ് ഉണ്ടോ? ഒരു 30 മിനിറ്റ്. ഈ 30 മിനിറ്റിൽ നിങ്ങളൊരു 3 വീഡിയോസ് മാത്രം കാണാം. ജസ്റ്റ് 3 വീഡിയോസ് മാത്രം കണ്ടാൽ മതി. ആ വീഡിയോസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 30 മിനിറ്റോട് തീരുന്നതാണ് മാക്സിമം ആണ് പറഞ്ഞാൽ 30 മിനിറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 3 വീഡിയോസ് കണ്ടു തീർക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടു തീർക്കേണ്ടതായിട്ടുള്ള ആ വീഡിയോസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ വീഡിയോ നമ്മുടെ എജുപോർട്ടിൻ്റെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിൽ തന്നെ വീഡിയോസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാൻ പഠിപ്പിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം. ആ വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ പോയി നോക്കിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 3 വീഡിയോസ്. അതിൻ്റെ തംബ്നെയിൽ ഇത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. നോക്കിക്കോ, ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഏതുമല്ല, ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്കണോമിക്സ് എക്സാം മോഡൽ എക്സാമിന് ചെയ്താണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ പബ്ലിക് എക്സാമിന് പുതിയ വീഡിയോ ചെയ്തുകൂടെ എന്ന്. എടാ ഞാൻ ചോദിക്കട്ടെ, പുതിയൊരു വീഡിയോ പുതിയൊരു പേരിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുന്നതാണ് മാത്രം തോന്നി. കാരണം അത് രണ്ട് നമുക്ക് വേണ്ടതല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പരീക്ഷയ്ക്ക് 80ൻ്റെ പാതി കിട്ടാമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നോട് ചോദിച്ചു, സാറേ 40 മാർക്കിന് എന്താ ചെയ്യേണ്ടത്? 40 മാർക്കിന് നിങ്ങൾ എന്തൊക്കെ പണിയെടുക്കണോ അത് കംപ്ലീറ്റ് ആയിട്ട് ഈ 4 മിനിറ്റിൽ പറഞ്ഞിട്ട്, അതായത് 4 മിനിറ്റിൽ നിങ്ങൾക്ക് 40 മാർക്കിന് എന്തൊക്കെ പണി ചെയ്യണം അതുകൂടെ പറഞ്ഞിട്ട് ആ വീഡിയോ നിങ്ങൾ കാണാം. അതിനുശേഷം മറ്റൊന്നുമല്ല, ഒരു 15 മിനിറ്റ്, ഏകദേശം ആ 1 മണിക്കൂറിൻ്റെ 4 ഭാഗം വെച്ചുള്ള 15 മിനിറ്റിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കംപ്ലീറ്റ് പ്ലസ് ടു എന്താണെന്നുള്ളത് കറക്റ്റ് ആ 15 മിനിറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഏരിയ പഠിക്കുകയാണ് ഏതൊരാൾക്കാണെങ്കിൽ പോലും മക്കളെ ഉറപ്പിച്ചോ, 65 മാർക്ക് ഞാൻ ഷുവറായിട്ട് പറയാം. 65 മാർക്ക് ഏറ്റവും മിനിമം കിട്ടുന്ന മാർക്കാണ്. അപ്പോൾ ആ 15 മിനിറ്റ് വീഡിയോയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ, നിങ്ങളുടെ രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 65 മാർക്കിൻ്റെ വീഡിയോസാണ്. അപ്പോൾ 40 മാർക്കിന് പറഞ്ഞു, 65 മാർക്കിന് പറഞ്ഞു. ഇനി നിങ്ങൾ എന്നോട് ചോദിച്ചു, സാറേ പാസ് മാർക്കിന് എന്താ ചെയ്യേണ്ടത് അല്ലേ? സാറേ എനിക്ക് ഇത് രണ്ടും കണ്ടു തീർക്കാനോ ഇത് പഠിക്കാനുള്ള നേരമല്ല. അപ്പം ഞാൻ എന്താ ചോദിച്ചത് എന്നൊന്ന് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പറഞ്ഞാണ്, നിങ്ങളൊരു 10 മിനിറ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ. 10 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്തോ. ഈ 10 മിനിറ്റിൽ നിങ്ങൾക്ക് 20 അല്ല മക്കളെ, ഒരു 30 മാർക്ക് മിനിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ മാത്രമുണ്ട്. അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞാണ് ഈ പറയുന്ന മൂന്നാമത്തെ വീഡിയോ. ഈ 3 വീഡിയോസ് മക്കളെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ നിങ്ങൾ എടുത്ത് കാണാം. നിങ്ങൾക്ക് ആ 3 വീഡിയോസ് മാത്രം കണ്ടാൽ മതി. നിങ്ങൾ പഠിക്കേണ്ടതാ, പരീക്ഷയ്ക്ക് എന്താ ചെയ്യേണ്ടതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ ഇത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ വേറെ എവിടെയല്ല, എജുപോർട്ടിൻ്റെ ചാനലിൽ തന്നെ വീഡിയോസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ഈ തംബ്നെയിൽ തന്നെ കാണും. നോക്കിക്കോളും. 80ൻ്റെ പാതി കിട്ടാനെന്നും, അതുപോലെ 65 മാർക്കിൻ്റെ ചെക്ക് ലിസ്റ്റ് എന്നും, അതുപോലെ തന്നെ മോശമല്ലാത്ത മാർക്കിന് എന്ന് പറഞ്ഞിട്ട് 3 വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. ആ 3 വീഡിയോസും അതിൽ പറഞ്ഞ പാഠഭാഗങ്ങളും കൃത്യമായിട്ട് പഠിച്ച മക്കളെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ 3 വീഡിയോസ് ഉണ്ടല്ലോ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ 3 വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന പാഠഭാഗങ്ങളുണ്ട്. അതൊരിക്കലും എന്ത് ചെയ്ത് നിങ്ങൾ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകാനേ പാടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എങ്ങനെ ഒഴിവാക്കിയാലും ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഉറപ്പായിട്ടും വരേണ്ട ചോദ്യങ്ങളാണ് ആ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് നോക്കാം. രണ്ടാമത്തെ കാര്യം, ഇനി നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാൻ, സാറേ ഞാൻ ഇതൊന്നും ഇതുവരെ പഠിച്ചില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് പഠിക്കുക എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് മക്കളെ, നിങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞ സജഷനാണ്
വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂർ 21 മിനിറ്റിൻ്റെ ലൈവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വേറെ എവിടെയല്ല, നമ്മുടെ പബ്ലിക് ലൈവ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 8 മണിക്കൂർ 21 മിനിറ്റ് കഴിഞ്ഞ വർഷം കംപ്ലീറ്റ് എഫേർട്ട് എടുത്തിരുന്ന ലൈവ് ഉണ്ടായിരുന്നു. അതിൽ കംപ്ലീറ്റ് ഏരിയകൾ എന്തെങ്കിലും നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് സംശയമുള്ള ഭാഗങ്ങൾ മാത്രം നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. ഇപ്പോഴും ഞാൻ അതിൻ്റെ തൊട്ട് താഴെ തരുന്നുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ആ വീഡിയോ കണ്ടാൽ എജുപോണിൻ്റെ വീഡിയോക്ക് റീച്ച് കൂടിയേക്കാം. പക്ഷെ അതുകൊണ്ട് വേണ്ട, നമുക്ക് പരീക്ഷയ്ക്ക് പ്രധാനം നിങ്ങളുടെ മാർക്കാണ് പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ലൈവ് വീഡിയോ വരുന്ന സമയത്തും അല്ലെങ്കിൽ നമുക്ക് ലൈവും അതുപോലെ വീഡിയോ ക്ലാസ് ഒക്കെ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാൻ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് പറഞ്ഞാണ് മക്കളെ, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ വീഡിയോസ് കണ്ടാൽ മതി. അല്ലാതെ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോസിൻ്റെ പിന്നാലെ പോകണ്ടില്ല. കാരണം അത് വെച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, നമ്മുടെ സമയമാണ്. അപ്പോൾ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങളുടെ മുമ്പിൽ ഒരു 24 മണിക്കൂറെങ്കിലും ബാക്കിയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക, അതിന് വേണ്ടിയുള്ള പണി നിങ്ങൾ എടുക്കാൻ തയ്യാറാവും. ഓക്കെ ആണല്ലോ? അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ പറഞ്ഞിരുന്ന എക്കണോമിക്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാനൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്കണോമിക്സിൻ്റെ സ്റ്റഡി പ്ലാനൊക്കെ വെച്ചിട്ട് ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവും സീരീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്സാമിൻ്റെ തൊട്ടുമ്പ്, അതായത് 18-ാം തീയതി രാത്രി എന്തായിരിക്കും, നമുക്കൊരു മാരത്തൺ ലൈവ് ഉണ്ട് കേട്ടോ. മറക്കണ്ട, മാരത്തൺ ലൈവ് ഉണ്ടാവും. നമുക്കൊരു മാക്സിമം ഒരു 3 മണിക്കൂറൊക്കെ, 3 മണിക്കൂർ പ്ലസ് ഓക്കെ, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും വരുന്നതായിരിക്കും നമ്മുടെ ഈ പറയുന്ന മാരത്തൺ ലൈവ്. ആ മാരത്തൺ ലൈവ് എന്ത് ചെയ്യും, നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഡിസ്കസ് ചെയ്യും. മറക്കണ്ട, 18-ാം തീയതി കേട്ടോ. അപ്പോൾ സമയം കൂടി ഞാൻ പറഞ്ഞുതരാം. 7:30 PM ആണ്, രാത്രി 7:30 പരീക്ഷയാണ്. പെരുന്നാൾ തലേന്നൊക്കെ ആയിരിക്കും സാറേ, ഞാനത് എൻജോയ് ചെയ്യാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ എൻജോയ്മെൻറ്റിന് പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നുള്ള സമയം നമ്മൾ എന്ത് ചെയ്യും, ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, 7:30 നമ്മുടെ ലൈവ് ഉണ്ട്. ഏതാണ്, മാരത്തൺ ലൈവ്. 18-ാം തീയതിയാണ് രാത്രി 7:30 3 മണിക്കൂറുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ മാരത്തൺ ലൈവ് നിങ്ങൾ മിസ്സാക്കാതെ കാണാം. അപ്പോൾ അതിൻ്റെ മുൻപ് നിങ്ങൾക്ക് മുൻപുള്ള ലൈവുകളൊക്കെ കണ്ടു നോക്കാം, പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാം യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും. ഇറ്റ്സ് മീ സൽസബീൻ. ബൈ.